സഭകൾ, നിരവധി സഭകളുണ്ട്. അവർ ക്രിസ്തുവിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡെഫിനേഷൻ കൊടുക്കാറുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് പലതരത്തിലുള്ള പഠിപ്പിക്കലുകൾ നടത്താറുണ്ട്. എന്നാൽ നമ്മുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ക്രിസ്തു? ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ദൈവം തമ്പുരാൻ എന്നെ വേദപുസ്തകം പഠിപ്പിച്ചതിന് ശേഷം, അതായത് 1 യോഹന്നാൻ 2:27 എന്ന് പറഞ്ഞിരുന്നാൽ ബിൽറ്റ് ഇൻ തിയോളജിക്കൽ പ്രൊഫസർ ഓഫ് ദ ബൈബിള, പരിശുദ്ധാത്മാവ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയിരുന്നാണ് ഞാനിത് പഠിച്ചത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, കർത്താവേ, വിഡ്ഢിത്തമായിട്ട് തോന്നും എങ്കിലും ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട്, ആരാണ് ഈ ക്രിസ്തു? ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ പ്രൊഫസറോടോ ലെക്ചറോടോ ഒക്കെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, റെഡിക്കുലസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നമ്മളെ ഫയർ ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നല്ല ചോദ്യം, നീ ഒരു കാര്യം ചെയ്യ്, വേദപുസ്തകം എടുത്തോണ്ട് വാ. വേദപുസ്തകം എടുത്തു. 1 കൊരിന്ത്യർ 1:24 വായിക്ക്. 1 കൊരിന്ത്യർ 1:24 വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിൻ്റെ ശക്തിയും പിതാവായ ദൈവത്തിൻ്റെ ജ്ഞാനവുമാകുന്ന ക്രിസ്തു. ഡെഫിനിഷൻ 1 കോരി 1:24 ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ് ക്രിസ്തുവിനെ പറ്റി. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തു. ഞാൻ ഉടനെ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ കർത്താവ് വല്ലതും പഠിപ്പിക്കുന്നോ എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് അവിടെ ഇരുന്നു. സാധാരണ അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഉടനെ ദൈവത്തിനറിയാം ഈ കുരങ്ങനെ എന്തോ എന്നോട് ചോദിക്കാനാണ്, പക്ഷേ നാണിക്കുന്ന കൊണ്ടായിരിക്കുന്നത്. ഉടനെ കർത്താവ് പറയുകയാണ്, 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിനകത്ത് എന്താണെന്ന് നിനക്കറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, നീ എൻ്റെ പുത്രൻ, നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് ദാവീദ് പറയുന്നതാണ്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം ഒരു നിർണയം പ്രസ്താവിക്കുന്നു. ദാവീദ് ഒരു പ്രവാചകനാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ, കർത്താവ് ഇനിയും വല്ലതും പഠിപ്പിക്കുന്നതായിരുന്നുണ്ടെ പറയുക, മോനെ, ഇതാണ് ആദിയിൽ വചനമുണ്ടായി. ഈ ഞാൻ പറഞ്ഞതാണ് ആദിയിൽ വചനമുണ്ടായി. ആദിയിൽ എന്ന് വെച്ചാൽ എന്നാ? പെട്ടെന്ന് ഞാൻ ഭോഷനാണല്ലോ ഞാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദമിനെ സൃഷ്ടിക്കുന്ന ആ ടൈം അല്ല. ആദിയിൽ എന്ന് പറഞ്ഞാൽ ക്രേതത്രേത ദ്വാപര കലിയുഗേ എന്ന് പറയുന്ന 4 യുഗങ്ങളുടെ എത്രയോ യുഗചക്രങ്ങളുടെ കറക്കത്തിൽ ഉള്ള ഒരു സമയമെന്ന് പറഞ്ഞാൽ കണക്കാക്കി നോക്കിയാൽ 42 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് യഹോവയായ ദൈവം പറയുന്നത്. എന്തുവാ? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, നീ എൻ്റെ മകൻ, നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെ നമ്മൾ കാണാനായിട്ട് നോക്കിയാൽ എങ്ങനെയാണ് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യർക്ക് കാണാനൊക്കെ ഒക്കത്തില്ല. ഇല്ല. ഒരുപാട് ഭോഷന്മാർ സഭകളിൽ പറയുന്നത് ക്രിസ്തു അങ്ങോട്ട് പോയി, ക്രിസ്തു ഇങ്ങോട്ട് പോയി, ക്രിസ്തു അവിടെ കണ്ടു, അവിടെ അതെല്ലാം പച്ച കള്ള, അറിയാൻ പാടില്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൃശ്യനല്ലാത്ത ദൈവം. യഹോവയായ ദൈവം ദൃശ്യനുമാകാം അദൃശ്യനുമാകാം, പക്ഷേ ക്രിസ്തു ദൃശ്യനല്ല. കാരണം ജ്ഞാനിയും ശക്തിയും ആർക്കും കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ, ഓഹോ, ഇതാണോ ക്രിസ്തു? ഇത് തന്നെയല്ലടാ മോനെ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദ്യം ക്രിസ്തു. വേദപുസ്തകത്തിൽ നമ്മുടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, അദ്ദേഹം, നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 വരെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ ഭൂമിയിലും ഈ ലോകത്തും മറുലോകത്തും വേറെ എത്രയോ ലോകങ്ങളുണ്ട്, അവിടെ ഇതെല്ലാം സൃഷ്ടിച്ചത് ക്രിസ്തു അത്രേ. ഇത് അടിവരെ ഇട്ടുള്ളൂ, ഇത് ക്രിസ്തു അത്രേ. അപ്പോഴും എനിക്ക് വലിയൊരു സംശയം, ക്രിസ്തുവിനെ ഈ യേശുവിനെ, എനിക്ക് യേശുവിനെ വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ രക്ഷിതാവാണ്. ഞാൻ എപ്പോൾ കരഞ്ഞാലും
എനിക്ക് ഉത്തരം തരാൻ വരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനെ എങ്ങനെയാണ് തമ്മിലൊന്ന് ദൈവം എങ്ങനെയാണ് ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്യുന്നത്? ഇത് പെട്ടെന്ന് ദൈവത്തിന് പിടികിട്ടി. ഉടനെ പറയുക, യെശയ്യാവിൻ്റെ പുസ്തകം 7:14 വായിക്ക്. രാജാവ് പറയുകയാണ്, ഞാൻ തന്നെ ഒരു അടയാളം തരാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായി മകനെ നമുക്കറിയാതെ യേശു അത്ഭുതമാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നാണ് പറയുകയാണ്. യെശയ്യാവിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യം. 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് വായിക്കാതെ എന്തുവാണെന്ന്? യേശുവിൻ്റെ പര്യായങ്ങളാണ്. ആ പര്യായങ്ങൾക്കകത്ത് ഒരെണ്ണം അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. നിത്യനാം പിതാവ്, യേശു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ 18 ഇഞ്ചേ ഉള്ളൂ. നിത്യനാം പിതാവ് എന്ന് പറഞ്ഞ 18 ഇഞ്ചുള്ള ആളാണെന്ന് ഞാൻ ചെറിയ ഒരു തമാശ രൂപത്തിലായതുകൊണ്ടാണ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നത്രേ. നിങ്ങൾ എന്നോട് ചോദിച്ചു ക്രിസ്തു ആരാണെന്ന്. ഞാനത് പറഞ്ഞു. ക്രിസ്തു അദൃശ്യനായ ദൈവമാണ്. യഹോവയായ ദൈവം ദൃശ്യനായിട്ട് വന്നിട്ടുള്ള ഇതാണല്ലോ അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആദമനെ സൃഷ്ടിച്ചത്. ആദാം നിങ്ങളെ എൻ്റെയും കൂട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ദൃശ്യനായ ദൈവം. ഈ യേശു കുഞ്ഞ് ദൃശ്യനായ ദൈവം. യേശു കുഞ്ഞിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരാന്നറിയാവോ? ക്രിസ്തു. ഇത് പറയാൻ ഞാനാരാ? ഞാനല്ല. എബ്രായ ലേഖനം 10:5 വായിക്കുന്ന ഉടനെ അതിനകത്ത് ഈ ക്രിസ്തു പറയുകയാണ്, ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം പാപം ചെയ്ത് നശിച്ചു പോയി. ഇവരെ രക്ഷിക്കാൻ പാപമില്ലാത്ത ഒരാൾ പോകണം. അങ്ങനെ ആരുണ്ട് എന്ന് സ്വർഗത്തിലൊരു ചോദ്യം വന്നപ്പോൾ ക്രിസ്തു സംസാരിക്കുന്നു. എങ്ങനെയാണെന്നറിയാവോ? ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നല്ലോ. എനിക്കത് കേട്ടപ്പം ഭയങ്കര സങ്കടം വന്നിട്ട്, ദൈവമേ, എൻ്റെ ഊളനായ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇത്ര വലിയ തിയോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, യഹോവയായ ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയുമായ ക്രിസ്തു അദൃശ്യനാണ്. ഈ ദൃശ്യനായി നമുക്ക് കാണുന്നതിന് വേണ്ടി യേശു തമ്പുരാൻ്റെ ശരീരമാണ്. ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അത് യേശു തമ്പുരാൻ്റെ ശരീരത്തിൽ കയറി നമ്മൾ കൈകാര്യം ചെയ്യുന്ന കണ്ടു. അപ്പോൾ നമ്മൾ കണ്ടതാരെയാ? യേശുവിനെയാണ്. ക്രിസ്തു അദൃശ്യനായ ദൈവം, മഹാനായ യഹോവയുടെ ബുദ്ധി, ജ്ഞാനം, ശക്തി എല്ലാം കൂടി ഇരിക്കുന്നതായ, ഞാനിപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞത് ആ സ്ഥാനത്ത് എന്താണെന്നറിയോ? ബൈബിളിലുള്ളതേ നമുക്ക് പറയാൻ പാടത്തുള്ളൂ. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ക്രിസ്തു. ഇതാണ് ക്രിസ്തുവിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.